ഇതാണ് പച്ചമുളക് ഫ്രൈ. ചോറിൻ്റെ കൂടെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒന്നുമില്ല, ആദ്യം ഇത്തിരി എണ്ണ ഒഴിക്കുക, മുളകിടുക, നന്നായിട്ട് ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. നല്ല ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കറിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ് വേവിച്ചത്. ഞാനൊരു 8 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി മീഡിയം സൈസിൽ. സവാള, തക്കാളി, ജീരകം, പച്ചമുളക്, പിന്നെ കുറച്ച് മസാല. ഉണ്ടാക്കുന്ന ആളെ കാണിച്ചു തരാം കേട്ടോ. അതെ, ഹിന്ദിയാണേ, മലയാളം അറിയില്ല. ഭയങ്കര ചുമ മുളകല്ലേ, ഭയങ്കര എരിവുള്ള മുളക. വീണ്ടും വീണ്ടും ഉപ്പ് വാരിയിടുക. വേണ്ടോ, തിന്നും പറയാം ഉപ്പ് എങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന്. ഉപ്പ് കുറേ വാരിയിട്ടിട്ടുണ്ട്. തന്നെ ഉണ്ടാക്കിയിട്ട് ചുമ. അപ്പം ആരംഭിക്കാൻ പോവാണ്. ആദ്യമായിട്ട് ഇത്തിരി കടുകെണ്ണ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കോളിഫ്ലവർ കറിയാണേ. ചുമ ഓയില്. കടുകെണ്ണ തികഞ്ഞില്ല, അതുകൊണ്ട് ഇത്തിരി ഓയിൽ ഒഴിക്കുക. ജീരകം, ഇപ്പോൾ ജീരകം നല്ല പൊട്ടണം കേട്ടോ. ഇങ്ങനെ കടുക് പൊട്ടണ പോലെ ശബ്ദം കേൾക്കും. പച്ചമുളക് ഇടുവാണ് അടുത്തത്. പൊട്ടിത്തെറിക്കും. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം നല്ല മൊരിയിച്ചെടുക്കുവേ. അടുത്ത സവാള ഇട്ടു. ഇനി ആ സവാള നല്ല ചുമന്ന് വരണ വരെ ഇങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല ചുമന്ന് വരണം. എന്ത് ചെയ്താലും നല്ല വറുത്ത് നല്ല മൊരിയിച്ചെടുക്കും. അതുകൊണ്ട് കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല കറിയാണ്. അപ്പോൾ ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ സവാള നല്ല ചുവന്നത് വരുന്നത് പോയതിന് മുമ്പ് തന്നെ ഈ കോളിഫ്ലവർ അതിലേക്ക് ഇടണമെന്ന്. കാരണം കോളിഫ്ലവർ നല്ല ചുമപ്പ് പോലെ ഇങ്ങനെ ഫ്രൈ ആക്കാനുള്ളതാണെന്നാണ് പറയണേ. അപ്പോൾ സവാള മൊരിയുന്നതിന് മുമ്പ് തന്നെ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിട്ടിട്ട് രണ്ടും കൂടെ അവർ നന്നായിട്ട് മൊരിയിച്ചെടുക്കും കോളിഫ്ലവർ. അങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല മൊരിഞ്ഞ് വന്ന കോളിഫ്ലവർ. അപ്പം മൊരിയുന്നവരെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ നല്ല കോളിഫ്ലവർ നല്ല ചുമന്ന് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാടല്ല, എന്നാലും ഒരളവിന്. ഇതൊക്കെ ദിഗിരൊക്കെ കടായി വെക്കലില്ല. ഇതാണ് മസാല. ഇതിനകത്ത് വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, ചുവന്ന ഉണക്കമുളക്, പിന്നെ എന്തായിരുന്നു ഇട്ടേ? ഓക്കെ ഇടാല. അത്രേ ഉള്ളൂ. ഇനി മഞ്ഞൾപ്പൊടി നമ്മൾ പൗഡർ ഇടും. ഇതൊക്കെ അരച്ച മസാലയാണ് കേട്ടോ. വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും ഉണക്കമുളകും. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ഇടും, കുറച്ച് മല്ലിപ്പൊടി ഇടും, ധനിയൊക്കെ പൗഡർ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇവിടെ കുപ്പി സ്പൂണൊന്നും ഇല്ല കേട്ടോ. അതെങ്ങനെ അങ്ങോട്ട് കൊട്ടിയിടും. അതുകൊണ്ട് അളവൊന്നുമില്ല. ഒരിത്തിരി നമുക്കറിയാമല്ലോ ഏകദേശം ഒരളവ്. നമ്മളെപ്പോലെയല്ലേ ഒരു മഞ്ഞൾപ്പൊടി കുറേ വാരിയിടും. അതാ ഇവരുടെ നാട്ടിലുള്ളവർക്ക് മീശയില്ലാത്ത, താടിയില്ല, മീശയില്ല. മല്ലിപ്പൊടി.
മൊത്തം നന്നായിട്ട് മൊരിയണ വരെ ഇങ്ങനെ താളിക്കും. അപ്പം നല്ല പെരട്ടി എടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഇടണം. തക്കാളി അതിലിട്ട് നന്നായിട്ട് ഇങ്ങനെ പെരട്ടിയെടുക്കുക. തക്കാളി നല്ല വെന്ത് വരുന്നവർ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു കുരുത്തം കെട്ട ചെറുക്കനെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഹിന്ദിയാ, ഭയങ്കര കുരുത്തം കെട്ട. സ്കൂളിലൊന്നും പോകാണ്ട് ഇതേ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ, ഞാൻ വിളിച്ച് കൊണ്ട് പിടിച്ചു കൊടുത്തേക്കാം. വേണ്ട, ഭയങ്കര ഗെയിം കളിയാ. സ്കൂളിലൊന്നും പോകില്ല. കുറച്ചും കൂടെ മസാല വെള്ളം. നാത്തൂൻ്റെ ഭർത്താവ് ദേ പണി ചെയ്യണം. അപ്പോൾ തരിമില്ല് ഓടിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, മുണ്ടുണ്ടാക്കണം. അത് ഓടിക്കുക. ഇപ്പോൾ പണിയിൽ നിന്ന് വരുവാണ് കേട്ടോ. ഭാര്യനെ കാണാൻ വേണ്ടി വന്നത്. അത്രയ്ക്ക് സ്നേഹമാണ്. ഭാര്യയുടെ ആ ചിരി കണ്ടോ, സുന്ദരമായ ചിരി. ഇനി ഉരുളക്കിഴങ്ങ് ഇടുവാണേ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത്തിരി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങനെ ഇളക്കുക. बिहार से जिला एर्नाकुलम। क्या पता है? नहीं पता है। जिला नहीं पता है। കുറച്ച് മല്ലിയില ലാസ്റ്റ് ഇടണം. കുറച്ചല്ല കേട്ടോ, ഇതൊരു ഒരുപാടുണ്ട്. ശരിക്കും ചിക്കൻ കറി ഇടാൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ചിക്കൻ കറി പോലെ ഉണ്ടാവും. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് പറയണ നുണയല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് നന്നായിട്ട് നല്ല വെന്ത് വരുന്നത് വരെ. ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തതാണ്. കോളിഫ്ലവർ നന്നായിട്ട് ഇനിയും കുറച്ച് വെന്ത് ഈ വെള്ളമൊക്കെ ഒരു ഇത്തിരി വറ്റിക്കണേ. ഇത്തിരി വറ്റിച്ചെടുക്കണവരെ നമുക്ക് കാത്തിരിക്കാം. ഒരു കുരുത്തം കെട്ട് ചേർക്കാൻ ഇടയിൽ കയറി സംസാരിക്കുക. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സമയമുള്ളത്. എല്ലാം ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിൻ്റെ മൂടി കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം. നന്നായിട്ടുണ്ട്. നല്ല ചിക്കൻ കറി പോലെ ഉണ്ട്. നല്ല ചിക്കൻ കറി പോലെ ഒരു പ്രാന്തനുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. ആ പ്രാന്തൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. പ്രാന്തൻ, പാകൾ, തമിഴിൽ പൈത്യക്കാരൻ, ഹിന്ദിയിൽ പാകൾ, മലയാളത്തിൽ പ്രാന്തൻ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതെ കണ്ടോ, ഇത്തിരി ചാറ് പോലെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം കഴിക്കുമ്പോൾ മൂടി വെച്ചു, ഓഫ് ചെയ്തു. ഇനി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുവരെ വെയിറ്റ് ചെയ്യണേ. റെഡി ആയിട്ടുണ്ട്, എടുക്കാൻ പോവുകയാണ്. ചട്ടകം അങ്ങോട്ട് മാറ്റി ഇനി അതിൽ കുഴിയൻ കയ്യിലിടുവാണേ. ചോറെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നാത്തൂനും ചോറ് കൊണ്ടിട്ടില്ല, രാവിലത്തെ ആയി കഴിക്കുന്നത്. ടിഫിനൊന്നുമില്ല, രാവിലെ ഞങ്ങൾക്ക് ചോറാണ് ഇഷ്ടം. രാത്രിയാണെന്തെങ്കിലും ചപ്പാത്തിയോ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും.
പച്ചമുളക് വറുത്തതും ചോറും കോളിഫ്ലവർ കറി. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം.